നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 1, പുതിയൊരു മാസം ആരംഭിക്കുകയാണ്. ബുധനാഴ്ചയാണ്. ആദ്യം ഇന്ത്യൻ വിപണിയിലേക്ക് വരാം. തുടർച്ചയായിട്ടുള്ള 8ാമത്തെ സെഷനിലും നിഫ്റ്റിയും സെൻസെക്സും ഇടിയുകയുണ്ടായി. നിഫ്റ്റി ബാങ്ക് മാത്രമാണ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യുന്നത്. ഇനി കൂടുതലായിട്ട് ഇന്ത്യൻ വിപണിയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രകടനം 2026 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതി, അതായത് ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിലേക്ക് വന്നാൽ സെൻസെക്സ് ഏകദേശം 3.68%, നിഫ്റ്റി ഏകദേശം 4.64%മാണ് ഉയർന്നത്. 3 വർഷത്തിനിടയിലെ അവരുടെ ഏറ്റവും മോശം ആദ്യ പകുതിയുടെ വരുമാനം കൂടിയാണിത്. കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മാർക്കറ്റ് ന്യൂസ് സെഗ്മെന്റിൽ പരിശോധിക്കാം. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ US അടച്ചുപൂട്ടലിനെ കുറിച്ചുള്ള ട്രംപിന്റെ ഒരു പ്രസ്താവന ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. 1981 ശേഷമുള്ള 15ാമത്തെ സർക്കാർ അടച്ചുപൂട്ടലിലേക്ക് US നീങ്ങാൻ സാധ്യതയുണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇനി ഇന്ത്യയുടെ ധനക്കമ്മിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. ഇന്ത്യയുടെ ധനക്കമ്മി, അതായത് വരുമാനവും ചെലവും തമ്മിലുള്ള അന്തരം 5.98 ലക്ഷം കോടി രൂപയിലെത്തി. ഇത് ഓഗസ്റ്റ് അവസാനത്തോടെ വാർഷിക ലക്ഷ്യത്തിന്റെ 38%. കഴിഞ്ഞ വർഷം ഇതേ സമയം ഇത് 27% മാത്രമായിരുന്നു. ഇനി ധനക്കമ്മിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഉയർന്ന ധനക്കമ്മി എന്നാൽ സർക്കാർ സമ്പാദിക്കുന്നതിനേക്കാൾ കൂടുതലായി ചെലവഴിക്കുന്നു എന്നതാണ്. ഇത് കാരണം കൊണ്ട് സർക്കാരിന് കൂടുതലായി വായ്പ എടുക്കേണ്ടി വരുന്നു. കൂടാതെ സ്വകാര്യ നിക്ഷേപങ്ങളിലേക്കുള്ള പണം കുറയുകയാണ് ഉണ്ടാകുന്നത്. പലിശ നിരക്കുകളിൽ കൂടുതൽ സമ്മർദ്ദവും ഇതുണ്ടാക്കും. ഏതായാലും ധനക്കമ്മി കുറയ്ക്കണം എന്ന് തന്നെയാണ് ഈ വാർത്ത സൂചിപ്പിക്കുന്നത്. മറ്റൊരു വാർത്തയുള്ളത് US മാർക്കറ്റിൽ നിന്നാണ്. ചൊവ്വാഴ്ച വാൾസ്ട്രീറ്റിന്റെ പ്രധാനപ്പെട്ട സൂചികകളെല്ലാം ഉയർന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്നലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നും US ഗവൺമെന്റ് അടച്ചുപൂട്ടൽ സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. കൂടാതെ ഇന്നലെ പുറത്തു വന്ന ഒരു ഡാറ്റ നോക്കുകയാണെങ്കിൽ ഓഗസ്റ്റിലെ US തൊഴിലവസരങ്ങൾ നേരിയ തോതിൽ വർദ്ധിച്ചതായി കാണാം. അതേസമയം നിയമങ്ങളും പിരിച്ചുവിടലുകളും കുറഞ്ഞു. ഇനി US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഇൻഫോസിസ് 0.31% ഇടിവിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. വിപ്രോ 1.13% ഇടിഞ്ഞു. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 0.26% ഇടിഞ്ഞപ്പോൾ HDFC ബാങ്ക് 0.03% ചെറിയ നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. ഡോക്ടർ റെഡ്ഡിയും ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്ന US ഫ്യൂച്ചേഴ്സ് ഇടിവിലാണ്. ഇനി ഇന്ന് ഗിഫ്റ്റ് നിഫ്റ്റി സൂചിപ്പിക്കുന്നത് ഏകദേശം 15 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിന് നിഫ്റ്റിയിൽ സാധ്യതയുണ്ട് എന്നതാണ്. യൂറോപ്യൻ വിപണിയും ഇന്നലെ പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. ഇനി ഗോൾഡ് പ്രൈസിലേക്ക് വന്നാൽ സ്പോട്ട് ഗോൾഡ് ഇന്നലെയും 0.3% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്നലെ പവന് 86,120 രൂപയാണ്. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ $114,000 ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകളിലേക്ക് OPEC+ വീണ്ടും ഉൽപ്പാദന വർധനവ് പ്രതീക്ഷിക്കുന്നതിനും ഇറാഖിലെ കുർദിക്കിസ്ഥാൻ മേഖലയിൽ നിന്ന് തുർക്കി വഴി എണ്ണ കയറ്റുമതി പുനരാരംഭിക്കുന്നതിനും മുന്നോടിയായി ചൊവ്വാഴ്ച എണ്ണവില ഇടിയുകയുണ്ടായി. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $66.14 പെർ ബാരൽ എന്ന നിലയിൽ 0.08% നേട്ടത്തിൽ. WTI ട്രേഡ് ചെയ്യുന്നത് 0.14% നേട്ടത്തിൽ. ഇനി ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ച് ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള വാർത്ത RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് തന്നെയാണ്. വീണ്ടും ഒരു റേറ്റ് കട്ട് ഉണ്ടാകുമോ എന്ന് തന്നെയാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. രാവിലെ 10 മണിക്കാണ് RBIയുടെ MPC മീറ്റിംഗ് ഡിസിഷൻ പുറത്തു വരുന്നത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഇത് 55% ഡിസ്കൗണ്ടോടുകൂടി വെറും 1,299 രൂപയ്ക്ക് 3 മാസത്തേക്ക് ജോയിൻ ചെയ്യാൻ കഴിയുന്ന നല്ലൊരു അവസരമുണ്ട്. ഉപയോഗിക്കാൻ ശ്രമിക്കുക. മറ്റൊരു കാര്യമുള്ളത്, സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബിഗിനേഴ്സിനായിട്ടുള്ള കോഴ്സ് നമ്മൾ പുതിയ ബാച്ച് ആരംഭിക്കാൻ പോകുന്നത് അടുത്ത ബുധനാഴ്ച, അതായത് ഒക്ടോബർ 8-ാം തീയതിയാണ്. ഈ കോഴ്സിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ പറയുന്നില്ല. ഇതിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ അഭിപ്രായങ്ങൾ നമ്മൾ ഇനി വരുന്ന പ്രീ മാർക്കറ്റ് വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അഭിപ്രായം നമ്മൾ ഈ സെഗ്മെൻറ്റിന് ശേഷം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പ്രകടനത്തെക്കുറിച്ചാണ് പറയുന്നത്. 2026 സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ, അതായത് ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ സെൻസെക്സ് 3.68%, നിഫ്റ്റി 4.64% ഉയർന്നു. 3 വർഷത്തിനിടയിലെ അവരുടെ ഏറ്റവും മോശം ആദ്യ പകുതിയുടെ വരുമാനം കൂടിയാണിത്. കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ സെൻസെക്സും നിഫ്റ്റിയും ഏകദേശം 13 മുതൽ 15% നേട്ടമാണ് ഉണ്ടാക്കിയത്. ഇനി മിഡ് ക്യാപ് സൂചിക ഈ കാലയളവിൽ 8.15% നേട്ടവും സ്മോൾ ക്യാപ്പ് 11.92% നേട്ടവും ഉണ്ടാക്കിയപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിൽ മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ഏകദേശം 25 മുതൽ 32% നേട്ടവുമാണ് ഉണ്ടാക്കിയത്. ഇനി US താരിഫ് ആശങ്കകൾ തന്നെയാണ് വിപണിയെ ഇപ്പോൾ പ്രധാനമായിട്ടും ബാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന്റെ നിക്ഷേപത്തിലും വലിയ കുറവുണ്ടായിട്ടുണ്ട്. 2026 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ 37,945 കോടി രൂപയുടെ ഓഹരികളാണ് അവർ വിറ്റത്.
കഴിഞ്ഞ വർഷം 83,289 കോടി രൂപയുടെ വരവുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ ഇടിവാണ് ഇപ്പോൾ ഈ നിക്ഷേപത്തിൽ ഉണ്ടായിരിക്കുന്നത്. DISന്റെ നിക്ഷേപത്തിൽ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് വിപണിയിലെ ഒരു ആത്മവിശ്വാസം കാണിക്കുന്നു. കഴിഞ്ഞ 2 വർഷങ്ങളെ അപേക്ഷിച്ച് 2025-26 സാമ്പത്തിക വർഷത്തിലെ ആദ്യ പകുതിയിൽ ഇന്ത്യൻ വിപണിയിൽ വളരെ കുറഞ്ഞ വരുമാനമാണ് ഇപ്പോൾ ഇന്ത്യൻ വിപണി നൽകിയിരിക്കുന്നത്. ഇനി അടുത്തതായി 1 മാസം നീണ്ടു നിൽക്കുന്ന നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുള്ള കൊല്ലത്ത് നിന്നുള്ള ശ്രീ സൈമൺ എന്ന വ്യക്തിയുടെ നമ്മുടെ പ്രൈസ് ആക്ഷൻ കോഴ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളിലേക്കാണ്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എൻ്റെ പേര് സൈമൺ. ഞാൻ കൊല്ലം ജില്ലയിലെ പേരൂരാണ് താമസിക്കുന്നത്. ഒരു ഗവൺമെൻറ് എംപ്ലോയിയാണ്. നമ്മളെ പ്രിയപ്പെട്ട ജയകൃഷ്ണൻ സാർ അദ്ദേഹത്തിൻ്റെ സ്റ്റഡി നിഫ്റ്റി മലയാളം വാട്സാപ്പ് ഗ്രൂപ്പ് വഴി ട്രേഡിങ്ങിനെ കുറിച്ച് നടത്തുന്ന പ്രൈസ് ആക്ഷൻ ട്രേഡിംഗ് കോഴ്സിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞൊരു മാസമായിട്ട് ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നെപ്പോലെ ഒരു തുടക്കക്കാർ പഠിക്കാൻ ഏറ്റവും പ്രയാസമെന്ന് നമ്മൾ കരുതുന്ന ഒരു ഹിമാലയൻ ടാസ്ക് എന്ന് കരുതുന്ന ഫണ്ടമെൻ്റൽസ് വളരെ ലളിതമായി ഈസിയായി മനസ്സിലാക്കാനും പഠിച്ചെടുക്കാനും കഴിഞ്ഞു. അതുപോലെ ടെക്നിക്കൽ അനാലിസിസ്, ചാർട്ട് പാറ്റേൺസ്, പ്രൈസ് ആക്ഷൻ മുതലായവയും ഇപ്പോൾ ഒരു ഷെയർ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അത് വിശകലനം ചെയ്ത് അത് റീഡ് ചെയ്ത് അതിൻ്റെ ഫണ്ടമെൻ്റൽസ് നോക്കി അത് വളർച്ചാ സാധ്യതയുള്ളതാണോ, ഭാവിയിൽ ഗുണം ചെയ്യുമോ, അതിൽ ഷെയർ വാങ്ങിക്കുന്നത് നല്ലതാണോ മുതലായ കാര്യങ്ങൾ എനിക്ക് ഈ ബെറ്ററായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു സ്കിൽ കഴിഞ്ഞൊരു മാസം കൊണ്ട് നേടിയെടുക്കാൻ കഴിഞ്ഞു. അതുപോലെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ അതിൻ്റെ ബേസിക് മുതലുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കായാലും ഒരു തുടക്കക്കാരനായാലും എല്ലാം നമ്മളെ സംശയങ്ങൾ, നമ്മൾ പറയുന്ന ബാലിശമായ ചോദ്യങ്ങൾക്ക് പോലും ക്ഷമയോടുകൂടി സാറ് കേട്ട് അതിന് മറുപടി പറഞ്ഞ് നമ്മളെ സംശയം തീർത്ത് വളരെ നല്ലൊരു അനുഭവമായിരുന്നു. ഒരു അധ്യാപനേക്കാൾ വലിയൊരു സുഹൃത്തായിട്ട് നിന്ന് വളരെ സരസമായ ക്ലാസ്സുകളായിരുന്നു. ഇത് ട്രേഡിങ്ങിലൊരു ഫ്യൂച്ചർ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും തുടക്കക്കാരനാണെങ്കിൽ തീർച്ചയായും സാറിൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത് നമുക്ക് ഭാവിയിലേക്കുള്ളൊരു മുതൽക്കൂട്ട് തന്നെ ആയിരിക്കും. നല്ല ഒരു അനുഭവമായിരിക്കും, എക്സ്പീരിയൻസ് ആയിരിക്കും. താങ്ക് യു. അടുത്തതായി ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് ഏജൻസിയാണ്. ലോങ് സാങ്ഷൻഡ് 86% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 33,148 കോടി രൂപയിലെത്തി. ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റിൽ 54% വർധനവും രേഖപ്പെടുത്തി. 15,043 കോടി രൂപയിലാണ് ലോങ് ഡിസ്ബേഴ്സ്മെൻ്റ് ഉള്ളത്. മറ്റ് സ്റ്റോക്ക് വാർത്തകളിലേക്ക്. ആദ്യം ജിൻഡാൽ പവർ എന്ന കമ്പനി ജയപ്രകാശ് അസോസിയേറ്റ്സിനെ വാങ്ങാനുള്ള ജിൻഡാൽ പവറിൻ്റെ പദ്ധതിക്ക് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അംഗീകാരം നൽകി. മറ്റൊരു കമ്പനി നെസ്ലെ ഇന്ത്യയാണ്. ഒഡീഷയിലും മറ്റ് സംസ്ഥാനങ്ങളിലും പുതിയതും നിലവിലുള്ളതുമായ ഭക്ഷ്യ സംസ്കരണ പദ്ധതികൾ വേഗത്തിലാക്കാൻ നെസ്ലെ സർക്കാരുമായി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. അടുത്തത് ശ്രീ സിമന്റ് ആണ്. രാജസ്ഥാനിൽ സിമന്റ് പ്ലാന്റ് കമ്പനി ഒരു പുതിയ ക്ലിങ്കർ യൂണിറ്റ് 3.65 ദശലക്ഷം ടൺ ശേഷിയുള്ള ഒരു ക്ലിങ്കർ യൂണിറ്റ് ആരംഭിച്ചിരിക്കുന്നു. അടുത്തത് അറ്റ്ലാന്റ് എന്ന കമ്പനിയാണ്. മഹാരാഷ്ട്രയിലെ ഭണ്ഡാര ഗഡ്ചിരോളി എക്സ്പ്രസ് വേ നിർമ്മിക്കുന്നതിനായി കമ്പനിക്ക് IRCNൽ നിന്ന് 2,485 കോടി രൂപയുടെ വലിയ ഒരു കരാർ ലഭിച്ചു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ സമ്മൻ ക്യാപിറ്റൽ എന്ന സ്റ്റോക്ക് മാത്രമാണ്. അടുത്തതായി FID ആക്ടിവിറ്റിയിലേക്കാണ്. FIS ഇന്നലെ 2,327 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്ത്. DIS ആവട്ടെ 5,762 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. FIS ഇപ്പോഴും ശക്തമായിട്ടുള്ള സെല്ലിങ്ങിൽ തന്നെയാണ് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി കനത്ത ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. 1.15% ഇടിവിലാണ്. സിംഗപ്പൂർ മാർക്കറ്റ് 0.54% ഇടിവിൽ. തായ്വാൻ മാർക്കറ്റ് 1.89% നല്ല നേട്ടത്തിൽ. കോസ്പി മാർക്കറ്റ് 0.88% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 24,780 എന്ന നിലയിലാണ്. 1 പോയിന്റ്സിൻ്റെ നേട്ടത്തിലാണ്. അതായത് ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ഏകദേശം 15 പോയിന്റ്സിൻ്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 40 മിനിറ്റാണ്. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. നിഫ്റ്റി 24,611 24 പോയിന്റ്സ് ഇടിഞ്ഞാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് റെഡ് ക്യാൻഡിലുകൾ തന്നെയാണ് ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു ഒരു എം പാറ്റേണിന് സമാനമായ ഒരു ഫോർമേഷൻ ഇപ്പോൾ നിഫ്റ്റിയിൽ ഡെയിലി ചാർട്ടിൽ ഫോം ആവുന്നുണ്ട്. നിഫ്റ്റിയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് വലിയ വലിയ റെഡ് ക്യാൻഡിൽസ് ആണ് ഫോം ആയിരുന്നത്. അതിനുശേഷം കഴിഞ്ഞ ഒരു 2 ദിവസങ്ങളായിട്ട് ആ ഒരു സൈസിൽ ചെറിയ കുറവ് വന്നിട്ടുണ്ട്. അതൊരു പോസിറ്റിവിറ്റി ആയിട്ടല്ല പറയുന്നത്, പക്ഷേ എന്നിരുന്നാലും ഒരു റിവേഴ്സലിലുള്ള ചെറിയ സാധ്യതകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വരും ദിവസങ്ങളിലെ ക്യാൻഡിലുകളാണ് നമുക്കതിനൊരു കൺഫർമേഷൻ തരേണ്ടത്. ഏതായാലും ഡൗൺ സൈഡിലെ ആ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യാതെ നമ്മൾ പ്രത്യേകം നോക്കേണ്ടതുണ്ട്. ക്യാൻഡിലുകളുടെ സൈസ് കുറവാണെങ്കിലും ആവറേജ് വോളിയത്തേക്കാൾ കൂടുതലുള്ള ഒരു ബിയറിഷ് വോളിയമാണ് ഇപ്പോൾ ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്.
അത് നെഗറ്റീവായിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. അപ്സൈഡിൽ ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,700 മുതൽ 800 വരെയുള്ള ഒരു സോണുമാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 24,600 സ്ട്രൈക്കിൽ 155% വർധനവ് പുട്ട് സൈഡിൽ കാണാം, ലോങ് ബിൽഡപ്പ് ആണ്. കോൾ സൈഡിൽ 234% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് ആണ് കാണുന്നത്. 24,550 സ്ട്രൈക്കിൽ വെറും 18% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്, കോൾ സൈഡിൽ 133% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് ആണ് കാണുന്നത്. 24,650 സ്ട്രൈക്കിൽ 14% ഇടിവാണ് പുട്ട് സൈഡിൽ കാണുന്നത്, ഒരു ലോങ് അൺവൈൻഡിങ് ആണ് ആ സ്ട്രൈക്കിലുള്ളത്. എന്നാൽ 258% വളരെ ശക്തമായിട്ടുള്ള ഒരു ഷോർട്ട് ബിൽഡപ്പ് കോൾ സൈഡിൽ കാണാം. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് തന്നെയാണ് നല്ല ശക്തിയോടെ നിൽക്കുന്നതെന്ന് കാണുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റി പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. 54,636-ൽ 175 പോയിന്റ്സ് ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റി ഇന്നലെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്, പക്ഷേ ഒരു റെഡ് ക്യാൻഡിലാണ് ഫോം ആയിട്ടുള്ളത്. എന്നിരുന്നാലും ബാങ്ക് നിഫ്റ്റിയുടെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള സപ്പോർട്ട് സോണിൽ നിന്നും ടച്ച് ചെയ്തതിന് ശേഷം ഒരു റിവേഴ്സൽ വന്നിരിക്കുന്നത് ചെറിയൊരു പോസിറ്റിവിറ്റി ആയിട്ട് തന്നെ കാണാം. വരും ദിവസങ്ങളിൽ അതിനൊരു കൺഫർമേഷൻ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ അപ്സൈഡിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളത് 54,850, 54,950 സോൺ തന്നെയാണ്. ഈ ഒരു സോണിലാണ് 100 ഡേ EMA ഉള്ളത്. ഡൗൺ സൈഡിലേക്ക് വന്നാൽ 54,200 മുതൽ 54,100 വരെയുള്ള സോൺ ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ ഡൗൺ സൈഡിലെ ആ ഒരു സപ്പോർട്ട് സോൺ കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 54,700-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 54,600-ഉമാണ്. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തു പോയത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിലാണ് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും തൊട്ടുമുകളിൽ ഇതേ വാട്സപ്പ് നമ്പറിൽ തന്നെ ഒന്ന് മെസ്സേജ് അയയ്ക്കുക.